ഈ ബെഡ് കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കരുത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതാ നമ്മൾ പെട്ടി പാക്കിംഗ് പരിപാടിയിലാണ്. എൻ്റെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഇത് മുഴുവൻ മടക്കി വെച്ചിട്ട് വേണം എനിക്ക് എന്തെടുത്ത് വെക്കണമെന്ന് തീരുമാനിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ പോവാണ്. പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് മിത്തുക്കുട്ടിയുടെ എക്സാം നാളെ കഴിയും. സോ നമ്മൾ നാളെ ഈവനിങ്, നാളെ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അന്ന് തന്നെ വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നാളെ ഈവനിങ് നമ്മൾ എങ്ങോട്ടാണ് പോണത്? നാട്ടിലേക്ക്. ഫസ്റ്റ് ടൈമാണ് മാർച്ചിൽ നാട്ടിൽ പോകാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അല്ല, എല്ലാ പ്രാവശ്യം മാർച്ചിൽ വെക്കേഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ പോണതിന് ഒരു മെയിൻ റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് മാർച്ചിൽ തന്നെ നമ്മൾ നാട്ടിൽ പോണത് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ എൻ്റെ നാട്ടിലെ പൂരം കൂടിയിട്ടില്ല. അതാണ് മെയിനായിട്ട് നാട്ടിൽ പോകാനുള്ള റീസൺ കേട്ടോ. പൂരം കൂടണം. കാരണം അത് കഴിഞ്ഞിട്ട് BEdന് പഠിക്കുന്ന ആ ഒരു കൊല്ലത്തെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. അന്ന് അച്ഛൻ ഗൾഫിലായിരുന്നു, അനിയത്തി കല്യാണം കഴിഞ്ഞ് പോയിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഒട്ടും വയ്യാത്ത, അമ്മയ്ക്ക് എന്തോ പനി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആകെ ഒരു പൂരത്തിന്റെ അന്ന് നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അന്ന് അമ്മയ്ക്കും വയ്യായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 18 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് നാട്ടിലെ പൂരം കാണാൻ പോവുകയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഈ ലോകത്ത് എവിടെ പോയാലും അത്രയും സന്തോഷം കിട്ടില്ല. എല്ലാ വർഷവും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നാട്ടിലെ പൂരത്തിന് പോകാൻ. പക്ഷെ മിത്തു സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം അറിയാലോ, അവർക്ക് ഏപ്രിലൊക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. പിന്നെ എക്സാം എന്നും മിത്തുവിൻ്റെ ഒരു മാർച്ച് 15, 16 വരെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പൂരം എപ്പോഴും മാർച്ച് 14 അല്ലെങ്കിൽ 15 വരിക. പക്ഷെ മിത്തുവിന് എപ്പോഴും അത് കഴിഞ്ഞിട്ടാണ് എക്സാം കഴിയുക. അപ്പോൾ പൂരം കൂടാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റും ഒരു കാലത്തും ഉണ്ടാവാറില്ല. ആദ്യമായിട്ടാണ് മാർച്ച് 13 ഇപ്രാവശ്യം എക്സാം കഴിയണത്. അത് വേറെ ഒന്നുമല്ല, അവർക്ക് 10th ആയ കാരണം നേരത്തെ ക്ലാസ് അടച്ചിട്ട് നേരത്തെ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 13 കഴിയുന്നതുകൊണ്ട് 15 പൂരം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ചിലപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ പൂരം, അതുകൊണ്ട് പൂരം കാണാൻ വേണ്ടി ഇനി ഇത് ചാൻസ് എപ്പോഴാണ് കിട്ടുകയെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ ഒന്നും നോക്കട്ടെ, നേരെ ബുക്ക് അങ്ങനെ 1 വീക്കിൽ ചടവടയെന്ന് പറഞ്ഞ് തീരുമാനിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ് എനിക്ക് വർക്ക്സ് ഉണ്ട്. എൻ്റെ വർക്കും രമേശേട്ടൻ്റെ വർക്ക്. രമേശേട്ടനെ ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുറേ രമേശേട്ടൻ ഓഫീസിൽ തിരക്കായ കാരണം എത്തിയിട്ടില്ല. എൻ്റെ ആണെങ്കിലും ഞാൻ കുറേ കമ്മിറ്റ് ചെയ്ത കുറേ കൊളാബറേഷൻസും കമ്മിറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഈ നിമിഷം വരെ ചെയ്യായിരുന്നു. ബാക്കി എനിക്ക് നാട്ടിൽ പോയി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പോണത്. അതുകൊണ്ട് നാട്ടിൽ പോയാലും എനിക്ക് വർക്ക് തന്നെയായിരിക്കും. പക്ഷെ എന്നാലും വേണ്ടില്ല, നാട്ടിൽ പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ അതുകൊണ്ട് നാളെ പോവാണ്. ഇതുവരെ ഞാനൊരു സാധനം എടുത്തു വെച്ചിട്ടില്ല. എനിക്ക് മിത്തുവിൻ്റെയൊക്കെ മിത്തു ഏതോ ഒരു ദിവസം ഒക്കെ എടുത്തു വെച്ചു. എന്നാലും മിത്തുവിൻ്റെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് 2 വീക്സിനാണ് നമ്മൾ പോണത്. യെസ്, വേറെ പ്ലാനുകളൊന്നുമില്ല. ജസ്റ്റ് വേറെ ഒന്ന് രണ്ട് അമ്പല പ്ലാനൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ പ്ലാനുകളൊന്നുമില്ല. ഇപ്പം തൽക്കാലം പോവാ, റിലാക്സ് ചെയ്യുക. നാട്ടിൽ എന്താണാവോ, മഴയാണാവോ, ഈശ്വര ചൂടാണാവോ, എന്താ പറയുക. ഇവിടെ ചൂട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂട് കേട്ടോ. അതായത് ഹോളി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ചൂടാണ്. അതായത് എന്താ എനിക്ക് പറയാം, നമുക്ക് വയറിനൊക്കെ പ്രശ്നം വരാം ചൂട് കാരണം. വേറെ ഫുഡ് പുറത്തുനിന്ന്, ഇപ്പോൾ എക്സാം ആയ കാരണം അങ്ങനത്തെ പ്രശ്നം, അങ്ങനെ പുറത്തുനിന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും വയറ് പോലും ആ ചൂട് സഹിക്കാൻ പറ്റാണ്ട് വയറിന് പ്രശ്നം വരിക. പിന്നെ എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത, ഫുൾ ടൈം AC ഉള്ളിൽ ഇരിക്കേണ്ട ഒരവസ്ഥ. പക്ഷെ ചൂട് തണുപ്പെന്ന് പുറത്തേക്ക് ഇറങ്ങുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പണി കഴിയുന്ന തരത്തിലുള്ള ചൂട്. ഇനിയിപ്പോൾ ഇവിടെ ജൂലൈയിലെ മഴ പെയ്യുള്ളൂ. ഇവിടെ വേനൽ മഴ പോലും ഇല്ല. ഏപ്രിൽ, മെയ്, ജൂൺ. എൻ്റെ ദൈവമേ, ഭയങ്കര കഷ്ടമായിരിക്കും കാര്യം. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സൂപ്പർ. ഇനി ഒരു എക്സാം കൂടി ഉള്ളൂ അല്ലേ? ഏതാണ്? ഹിന്ദി. അതാണെങ്കിൽ മിത്തുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലേ? ഇതൊരു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഹിന്ദി കേട്ടോ. എന്താണെന്ന് അറിയില്ല, അത് തീരെ ഇഷ്ടമല്ല ഹിന്ദി. കുറേ ഉണ്ട് അല്ലേ, 80 മാർക്സ് പേപ്പർ അല്ലേ? യെസ്. അപ്പോൾ കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ മിത്തുവിന് ഇത്ര എക്സാം തീരാത്തത് എന്ന്. അപ്പം മിത്തുവിന് ICSE ബോർഡാണ്. ICSE ബോർഡിൽ 12 പേപ്പേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് ബോർഡ് പോലെ തന്നെ, പക്ഷേ ICSE ആണെന്ന് മാത്രം. അപ്പോൾ CBSEക്ക് 5 പേപ്പറല്ലേ ഉള്ളൂ. അതാണ് കുറേ പേര് ചോദിക്കാനുള്ള കാരണം. അപ്പോൾ അതാണ് സംഭവം. 12 പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ലീവ് കിട്ടിയാൽ തന്നെ 1 മാസം വേണം. അതുകൊണ്ട് അവസാനത്തെ എക്സാമൊക്കെ ആകുമ്പോഴേക്കാണ്ട് വെറുക്കും അല്ലേ? മടുത്തു പറയേണ്ടത് മിത്തു. ഇന്നലെയൊക്കെ ആകുമ്പോഴേക്കും മടുത്തു എന്ന് പറയേണ്ടത്. ഇനി നാളെ ഒരൊറ്റ എക്സാമും കൂടി ഉണ്ട്, ഹിന്ദി. അത് 3 മണിക്കൂറാണ്. അപ്പോൾ 3 hour പേപ്പറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ ഞങ്ങൾ പോവും. അപ്പോൾ അങ്ങനെയാണ്. ഇനി 10th 2 വീക്സ് കഴിഞ്ഞാൽ ഞങ്ങൾ ഏപ്രിൽ 1 10th ക്ലാസ്. അതിന് മുന്നേ PTM ഉണ്ട്, ബുക്സ് വാങ്ങണം, കുറേ പണിയുണ്ട്, കോഫി മീറ്റ് ഉണ്ട്. ഇങ്ങനെ 10th ക്ലാസ്സുകാരിയായി അല്ലേ? യെസ്. ആ ട്രീ ആണ് ഇയാളുടെ വീട് എന്നാണ് ഇയാളുടെ വിചാരം. ആ ട്രീയിലെല്ലാം ആ
ട്രീയിലെ ബ്രാഞ്ചസ് ആണ് ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ ആ ബ്രാഞ്ച് ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇയാളുടെ ഫാമിലി മൊത്തം തകരുന്നതാണ് ഇയാളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ മിഥുന് ഒരു എക്സാമും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദി. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ നാളെയാണ് പോണത്. എക്സാം കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ ഈവനിങ്ങിൽ പോകാനുള്ള പരിപാടി. അപ്പോൾ മിഥുന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഹിന്ദി. അതിന് മെയിൻ കാരണം അവിടുത്തെ ഡ്രാമയൊന്നും അവൾക്ക് ഒട്ടും ദഹിക്കില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു ജനറേഷൻ പിള്ളേർക്ക് പറ്റിയിട്ടുള്ളൊരു ഇതേ അല്ല ഡ്രാമയൊക്കെ. ഞാൻ അല്ലെങ്കിൽ ഒരു ICSE ബോർഡായിട്ട് പോലും ICSEക്ക് ഹിന്ദിക്ക് ഒട്ടും പ്രാധാന്യമില്ല, ഇംഗ്ലീഷിനാണ്. എന്നാൽ പോലും ആരായിരിക്കും ഇത്രയും തല്ലിപ്പൊളി സിലബസ് ഇട്ടത് എന്നൊക്കെ ഞാൻ ആലോചിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഒരു മോറൽ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഡ്രാമാസും അതിനെപ്പറ്റി പഠിക്കലും ഈ ജോയിൻറ്റ് ഫാമിലീനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക പണ്ടത്തെ പോലെ സ്ത്രീകളെ അടിമകളാക്കുന്ന രീതിയിലുള്ള ഡ്രാമാസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് അത് ഒട്ടും എനിക്ക് തന്നെ ദഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അതെങ്ങനെ ദഹിക്കും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നാലും ഞാൻ അങ്ങനെ ആലോചിക്കും, ആരാണ് ഇത്രയും തല്ലിപ്പൊളി, ഏതോ വയസ്സായ ആളാണോ ഈ സിലബസ് ഒക്കെ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം കേട്ടോ മിത്തുക്കുട്ടീനായിട്ട്. അപ്പോൾ ഗുരുവായൂരിൽ കൊണ്ടുവന്ന പപ്പടമാണിത്. അപ്പോൾ ഞാനാണെങ്കിൽ 2 days മുന്നേ കുറേ വെജിറ്റബിൾസ് വാങ്ങുകയും ചെയ്തു. ഇതൊക്കെ തീർക്കും വേണം. അധികം ദിവസത്തിൽ 2 weeks ഇരിക്കുമ്പോഴേക്കും അതൊക്കെ കേടുവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറും കൂട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മത്തങ്ങ കുറേ ഇരിക്കണ്ടായിരുന്നു, പയർ കുറേ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ചോറും മുളകുശും ചോറും മത്തങ്ങ മുളകുശും പയറുപ്പേരിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊടുത്തയച്ച അച്ചാറും പപ്പടും ഇതെല്ലാം കൂടിയിട്ട് ഇന്ന് വേഗം ഒരു തട്ടിക്കൂട്ട് ലഞ്ച് പാക്കിംഗ് ഒക്കെ നമ്മളിതാ ഒരുവിധം റെഡിയാക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചു. ഇനി കുറച്ച് ചെരുപ്പ്, ബ്യൂട്ടി ഐറ്റംസ്, ഷാമ്പൂ, ഇങ്ങനത്തെ ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡ്രസ്സുകളും കൂടെ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണിച്ചത് ആമസോണിൽ ഇപ്പോൾ സെയിലും കാര്യങ്ങളും നടക്കണ കാരണം നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഡ്രസ്സ് കുറേ പേർക്ക് ഇഷ്ടമായിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, നല്ല കോട്ടൺ. ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ചൂട്ടിൽ കണ്ടോ ഞാൻ വേർത്തൊലിച്ചിരിക്കുകയാണ്. AC കിട്ടിയിട്ടൊന്നും ഒരു ഏശലില്ല, വാതിൽ തുറന്നിട്ടില്ലേ. അപ്പോൾ നാട്ടിലും നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോട്ടൺ ഡ്രസ്സുകളാണ് നമ്മുടെ ഇത് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഒരു പേർപ്പിൾ കളറാണ് കേട്ടോ. ഒരു പേർപ്പിൾ കളറിൻ്റെ ഒരു കുർത്ത സെറ്റ്. ഇതാ ഈ ഒരു വർക്കിൽ വരുന്ന കുർത്ത. ഇതിൻ്റെ പാൻറ്റ് പ്ലെയിൻ ആണ്, പക്ഷെ ബോട്ടത്തിൻ്റെ അവിടെ ചെറിയൊരു ലേസ് വർക്ക് പോലെ വരുന്നുണ്ട്. ദുപ്പട്ടയുടെ പ്ലെയിൻ ദുപ്പട്ട, അറ്റത്ത് മാത്രം ചെറിയ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ കളറും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പിലുള്ള ഒരു പ്രിൻറ്റും ആണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. അത്യാവശ്യം നമുക്ക് ഓഫീസിലേക്കും കോളേജല്ല, അത് കുറച്ച് ഹെവി അല്ല, എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ഫംഗ്ഷൻ, ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടില്ല. വളരെ സിമ്പിൾ ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാണ്. ഇതും അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ ഇടാം. ഇതിൻ്റെ കളർ, ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക്, അതായത് ഒരു പേസ്റ്റൽ കളർ എന്ന് പറഞ്ഞ കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇതിൻ്റെ നെക്കിൻ്റെ പോർഷൻ കണ്ടോ, നല്ല ഭംഗിയില്ലേ. നെക്കിൻ്റെ പാർട്ടിലൊരു ചെറിയ ഫ്ലവേഴ്സും അതുപോലെ താഴെ നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പാൻറ് അടുത്തത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു എന്താ പറയുക കുർത്ത സെറ്റാണ്. എന്തായാലും ലിങ്കൊക്കെ ഞാൻ ആമസോണിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇപ്പോഴാണ് ഒരു വെൽവെറ്റ് ആണ്. അതേപോലെ തന്നെ ജസ്റ്റ് കണ്ടോ ഇവിടെ ഒരു നെക്കിൻ്റെ അവിടെ ഒരു ഗോൾഡൻ വർക്ക് ഉണ്ട്, അതും ഒരു ഗോൾഡൻ വർക്ക്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻറ്റിൻ്റെ ഭാഗത്തും വരുന്നത്. ഇതിൻ്റെ തുണിക്കാണ് ഇതിൻ്റെ വില. ഇട്ടിട്ടുള്ള ഈ ഡ്രസ്സ് ഞാൻ പിന്നെ എപ്പോഴും പറയേണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിൽ നിന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെറും കുർത്തയാണ്, ഭയങ്കര റേറ്റ് കുറവാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങിക്കാം. നല്ല റേറ്റ് കുറവാണ്, നല്ല കോട്ടനാണ്, നല്ല സുഖമാണ്. അപ്പോൾ 4-5 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അടുത്തത് ഒരു ക്ലാസിക് കാസിയോൻ്റെ വാച്ചാണ്. ഇതിൻ്റെ ഫേവറേറ്റ് ആണ്, ഞാനിപ്പോൾ എപ്പോഴും കിട്ടുന്നത്. കാരണം ഇത് ഭയങ്കര വില കുറവിലുള്ളതാണ്. ഒരുവിധം കാസിയോൻ്റെ വാച്ചൊക്കെ ഒരു 5000+ ആണ്. അപ്പോൾ ഇത് എനിക്കൊരു 3000 റേഞ്ചിലാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചാണ്. നമുക്ക് ഒരു ഓഫീസ് വെയർ ഡെയിലി പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഈ കാസിയോൻ്റെ തന്നെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ വെൽവെറ്റ് ഞാൻ പാക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നാട്ടിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടോ, എന്തായാലും ഒന്ന് വെക്കാം. പേരിനെങ്കിലും ഒരു ഡ്രസ്സ് പല ഫംഗ്ഷനും പെട്ടെന്നാവും. എന്നാൽ അവരെ പാർട്ടിയുണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന് എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല. സാരിക്കാണെങ്കിൽ ബ്ലൗസ് കൊടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ നോക്കണം. ഇതൊക്കെ ഞാൻ എന്തായാലും കൊണ്ടുപോകും. കാരണം അമ്പലങ്ങൾ, പരിപാടികൾ, ഓരോരുത്തർ വീട്ടിലേക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. അങ്ങനെ ഇന്നാണ് നമ്മൾ പോണത്. അപ്പോൾ പോണതിൻ്റെ മുന്നേ കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പോവാൻ ഇനി 2 മണിക്കൂറും കൂടിയേ ഉള്ളൂ ഇവിടുന്ന് ഇറങ്ങാൻ. അപ്പോൾ സ്വീറ്റ്സ് വാങ്ങിയിട്ടില്ല, ആകെ ഒരു ഓട്ടത്തിലാണ്. അത് പിന്നെ എന്നും അങ്ങനെയാണ് അല്ലേ, ഓടി 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 നല്ല രസമാണ്. യെസ്, നമ്മൾ പ്രശാന്ത് കോർണറിൽ പോയി
വീട്ടിലേക്കൊക്കെ ഉള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എപ്പോഴും പോണ ഡേ ആണ് സ്വീറ്റ്സ് വാങ്ങാൻ നല്ലത്. എന്നാലും എല്ലാ സ്വീറ്റ്സും വാങ്ങാൻ പറ്റില്ല. മിനിമം ഒരു 1 വീക്കെങ്കിലും ഇരിക്കണ്ടേ സ്വീറ്റ്സ്. അപ്പം അങ്ങനത്തെ കാജുവിൻ്റെ സ്വീറ്റ്സാണ് അധികം വാങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ മിൽക്ക് പ്രോഡക്റ്റിൻ്റെ സ്വീറ്റ്സാണ് ഇവിടെ ഏറ്റവും അടിപൊളി. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് നമുക്കതിനെ വാങ്ങാൻ പറ്റില്ല. കാരണം അത് 2 hours കൂടുതൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് ഇരിക്കില്ല, കേടുവരും. അപ്പോൾ നമ്മൾ മിനിമം ഒരു 5 to 7 days എങ്കിലും ഇരിക്കുന്ന സ്വീറ്റ്സേ നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ പോകണമെന്നാണ് പോയി സ്വീറ്റ്സ് വാങ്ങിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ആ ഒരു ഇന്ന് തന്നെ ഇപ്പം എത്തും ഫ്ലൈറ്റിലായതുകൊണ്ട് അപ്പോൾ നമുക്ക് അത്രയും ഇത് കിട്ടുമല്ലോ, ലാസ്റ്റ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും അതിനൊന്ന് പോയി നോക്കാം. അപ്പോൾ പ്രശാന്ത് കോർണറാണ് എൻ്റെ ഫേവറേറ്റ്. ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്വീറ്റ്സ് ഇവിടെ എല്ലാവർക്കും പ്രശാന്ത് കോർണറിലെയാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മുടെ അവിടെ അടുത്ത് തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ പോകുമ്പോൾ സ്വീറ്റ്സ് നിർബന്ധം. അധികമൊന്നുമില്ല, നമ്മൾ വളരെ കുറച്ച്. രംഷേൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഇപ്പോൾ ഗീതും ഇവരൊക്കെ വന്ന കാരണം അവർ ഓൾറെഡി കഴിക്കും. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വീറ്റ്സുകളൊന്നും അധിക ദിവസം ഇരിക്കില്ല. അത് മാക്സിമം 4 days ഒക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ വാങ്ങിയിട്ടും കാര്യമില്ല. പിന്നെ അത് തന്നെ കാജു കട്ട്ലി പോലത്തെയൊക്കെയാണ് ഇരിക്കുക കുറച്ച് നേരമെങ്കിലും. നമുക്ക് നല്ല ടേസ്റ്റുള്ള ഈ ബർഫി മിൽക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒരു 2 hours കൂടുതൽ പുറത്ത് തന്നെ ഇരിക്കില്ല. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലെത്തി പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് എത്താനുള്ള സമയമൊക്കെ പുറത്തിരിക്കുമ്പോഴേക്കും അത് കേടുവരും. അപ്പോൾ നമുക്ക് കാജുവിൻ്റെ സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ റസ്ഗുള അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കുറേ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇതേ എൻ്റെ പാക്കിങ്ങിൻ്റെ ഫൈനൽ പാക്കിംഗ് പരിപാടിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഓരോ ബോക്സിലായിട്ടാണ് പാക്ക് ചെയ്യുക എൻ്റെ സാധനങ്ങൾ കേട്ടോ. അപ്പോഴാണ് എനിക്ക് ബ്യൂട്ടി ഐറ്റംസ് ഒന്നിൽ, ചെരുപ്പ്, നാട്ടിലേക്കുള്ള ചെരുപ്പ് ഒന്നിൽ, പിന്നെ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെയാണ് കൂടുതലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് ഒന്നുമില്ല 2 ആഴ്ചയൊക്കെ ഉള്ളൂ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രസ്സുകൾ തന്നെ 3 ഉണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ നാട്ടിൽ നിന്ന് കുറേ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് എക്സ്ട്രാ പെട്ടിയൊക്കെ എടുത്തു. പക്ഷേ അതിലും ഡ്രസ്സ് തന്നെയാണ് മെയിൻ. ഇങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഡ്രസ്സല്ലേ നാട്ടിൽ പോകുമ്പോൾ കൂടുതൽ ഇടാൻ പറ്റുക. അപ്പോൾ ഡ്രസ്സ് മാക്സിമം കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ സമയം 4:25 കറക്റ്റ് പറയുകയാണെങ്കിൽ 4:30 ഞങ്ങൾ ഇറങ്ങാന്ന് പറഞ്ഞാൽ 5 minute മുന്നേ റെഡിയായി അല്ലേ. 6:20 നമുക്ക് ഫ്ലൈറ്റ്. ഇപ്രാവശ്യം നവി മുംബൈ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ നവി മുംബൈയിൽ നിന്ന് പോണത് കേട്ടോ. പുതിയ ഇത് വന്നതിന് ശേഷം, എയർപോർട്ട് വന്നതിന് ശേഷം അല്ലേ. യെസ്. അപ്പോൾ എക്സാം കഴിഞ്ഞില്ലേ? എക്സാം കഴിഞ്ഞ് വിത്തൂർ മനസ്സിലാവില്ല അത്. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇനിയിപ്പോ അവിടെ ചെന്നാലാണ് ആ ഒരു വിത്ത് എക്സൈറ്റ്മെന്റിലാണ് അല്ലെ. എക്സൈറ്റ്മെന്റിലാണ്, സ്റ്റേറ്റിലാണ്. എക്സാം കഴിഞ്ഞു പറഞ്ഞിട്ടുള്ള ഒരു സമാധാനത്തിലാണ്. യെസ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇനി ബാക്കി നവി മുംബൈ എയർപോർട്ടൊക്കെ നമ്മളൊന്ന് കാണിച്ചു തരാം. കാണിക്കാൻ മാത്രം ഉണ്ടോ എന്നൊന്നും അറിയില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ 8:30 നമ്മൾ കൊച്ചിയിലാണ് ഇറങ്ങണത് കേട്ടോ. യെസ്. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു സെൽഫി, അത് ഭയങ്കര അത്യാവശ്യമാണ്. മിറർ സെൽഫി കേട്ടോ. അത് നമ്മുടെ എല്ലാ ഷോർട്സിലും കാണുമ്പോൾ മനസ്സിലാണ്ടാവും. അങ്ങനെ നമ്മൾ നവി മുംബൈ എയർപോർട്ടിലേക്ക് ഇതേ ഫസ്റ്റ് ടൈം പോവാണ്. നമുക്ക് ഏറ്റവും അടുത്താണ്, 20 minutes ഉള്ളൂട്ട് എയർപോർട്ടിലേക്ക്. അതാണ് ഒരു സുഖം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാലോ, നവി മുംബൈ എയർപോർട്ട് ഡിസംബറിലാണ് തുടങ്ങി. 2-3 മാസമായിട്ടേ ഉള്ളൂ. ശരിക്കും 2-3 മാസമായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഓൺ ആയിട്ടില്ല. പക്ഷേ ഉള്ളത് അടിപൊളിയുണ്ട്. അവിടെ തകൃതിയായി പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ എയർപോർട്ടിൽ. ഇവിടെ നമുക്ക് നമ്മളെ തന്നെ കാണാം. കുറേ എക്സൈറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അടുത്തേക്ക് പോകുമ്പോൾ പക്ഷേ അത് ക്ലിയർ ആവില്ല. കണ്ടോ, ബബിൾസ് വന്നിട്ട് അത് പോവും. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇങ്ങനെ കാണാം. പിന്നെ നല്ല എയർപോർട്ടാണ്. ഈ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് ഓൺ ആയിട്ടില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ഇതും കൂടെ ഡിപ്പാർച്ചറും ഉണ്ട്. അത് വന്നു, ചിലർ പറയുന്നുണ്ട് അത് തുടങ്ങി എന്നുള്ളത്. പക്ഷെ എനിക്കറിയില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ് ഈ എയർപോർട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ശരിക്കും 1 hour ഉണ്ട് നമ്മുടെ മുംബൈ മറ്റേ എയർപോർട്ടിലേക്ക്. അത് മാത്രമല്ല ഭയങ്കര തിരക്കുമാണ്. ഇത് നമുക്ക് ഭയങ്കര സുഖമാണ്. നമ്മുടെ ഫ്ലൈറ്റ് 6:15 ആയിരുന്നു. നമ്മൾ ഒരു 4:45 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 5:05 ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. പക്ഷെ കോഴിക്കോട്ടേക്ക് ഇല്ല കേട്ടോ. കോഴിക്കോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കൊച്ചിക്കേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി കോഴിക്കോടാണ് അടുത്ത്. കാരണം ഇവിടെ ബോംബെയിൽ അടുത്ത് കിട്ടിയിട്ട് നമുക്ക് കാര്യം ഉണ്ടായില്ല. കോഴിക്കോട് തുടങ്ങിയാലാണ് നമുക്കത് അടുത്താവുള്ളൂ. കൊച്ചിയിൽ നമുക്ക് നല്ല ദൂരമാണ് നമ്മുടെ വീട്ടിലേക്ക്. പിന്നെ ഞാനിവിടെ എൻ്റെ ലിസ്റ്റിലുള്ള കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്. ഗുഡ് ഗേളിൻ്റെ പെർഫ്യൂം, അർമാനിയുടെ പെർഫ്യൂം. അപ്പോൾ അത് നൈക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് കണ്ടപ്പോൾ അതിൻ്റെ വില ഒന്ന് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഞാൻ കുറേ എണ്ണത്തിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്തു. ഇതൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. ഞാൻ നൈക്കയിൽ കാർട്ടിൽ ഇട്ട് വെച്ചതാണ്. പക്ഷേ ഈ ഗുഡ് ഗേൾ അടിപൊളിയാണ്, കാണാൻ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് അർമാനിയുടെ ആണ് എനിക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടമായത്.
ഒരു കിഡിലൻ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ അതാണ് ആദ്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി മിത്തുക്കുട്ടിയുടെ ബുക്കും നോക്കി. ലോഞ്ചൊക്കെ ഇവിടെ ഉണ്ട്, ലോഞ്ചിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കുമുണ്ട് പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു, ഫൈനൽ കോൾ ഫോർ കൊച്ചി എന്ന്. അപ്പോഴാണ് ദൈവമേ ഇത്രയും ലേറ്റ്, പിന്നെയുള്ളൊരു ഓട്ടമാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഒരു ഇതെല്ലാവരും കയറി ഇരുന്നിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ അടുത്താണ് എയർപോർട്ടിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലേറ്റായി ഇറങ്ങി. പിന്നെ ഭാഗ്യത്തിന് അവിടെ ഒട്ടും തിരക്കും ഉണ്ടായിരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലൈറ്റ് മിസ്സായിരുന്നു. അതായിരുന്നു അവസ്ഥ. ഫൈനലി നമ്മൾ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ 8:30ക്കാണ് എത്താന്ന് പറഞ്ഞാൽ 7:45 എത്തി കേട്ടോ. അതുകൊണ്ട് നമുക്ക് സുഖമായി, നേരത്തെ നമുക്ക് എത്തിയല്ലോ. കാരണം നമ്മുടെ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ. ഇപ്പോഴാണെങ്കിൽ അങ്കമാലി ഭാഗത്ത് ഭയങ്കര തിരക്കുമുണ്ട്. പാരഗൺ ഞാൻ പറഞ്ഞില്ലേ, അങ്കമാലി പാരഗൺ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകണതിൻ്റെ ആദ്യം പറഞ്ഞത് ഓക്കെ എന്നാൽ ഞാൻ പാരഗണിൽ പോയി ഭക്ഷണം കഴിച്ച് വരാം എന്നുള്ളതാണ്. എപ്പോഴും പാരഗൺ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ കോഴിക്കോട് പോയിട്ടാണ് കഴിക്കാറ്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ കോഴിക്കോട് പോയി പാരഗണിൽ കഴിക്കാതെ കോഴിക്കോട്ട് പോക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ വിചാരിച്ചു ഇവിടെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ നമ്മൾ വീട്ടിലേക്ക്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് നാട്ടിലെത്തിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ മനസ്സിലാവുണ്ടോ. ഭയങ്കര ബഹളമാണ്, ഒരു രക്ഷയില്ല. ഇവരെല്ലാവരും ഉറങ്ങിയിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കാലത്തും ഞാൻ വീഡിയോ ഇടലുണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കണ്ടോ, എന്താണിത്? ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. നമ്മുടെ വീട് ഇത്ര വല്ല കല്യാണ പന്തൽ പോലെ വേറെ ഒന്നല്ല, ഇത് പൂരം സ്പെഷ്യൽ വൈബാണ്. നമ്മുടെ റോട്ടിൽ കൂടെ നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. പൂരം അത്ര ഗംഭീരമാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ എത്ര വർഷമായി കണ്ടിട്ട് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ജയനും ഗീതും ഒക്കെ വന്നിട്ടുണ്ട്. അവരും ഇപ്പം തന്നെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾ 12 മണിയായി വീട്ടിലെത്താൻ. അവരൊരു 11:30 എത്തി. അവർ കാറിലാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴേക്കും അമ്മ പൂരം സ്പെഷ്യൽ ഹലുവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് തന്നെ ഹലുവ കഴിക്കാൻ കേട്ടോ. ഫുഡൊക്കെ അവിടെ നിന്ന് അടിച്ച് മിന്നിച്ച് വന്നാലും എല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 1:30. അപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കമൊക്കെ പോയി. വീട്ടിലാകുമ്പോൾ വരുമ്പോൾ വരെ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് 2:30-3 മണി വരെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നാട്ടിലെ വീഡിയോസുമായിട്ടാവും 2 ആഴ്ച ഉണ്ടാവുക. അപ്പോൾ പൂരം വൈബും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കാം. തൽക്കാലം ഇന്ന് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.